ചക്കരക്കല്ല് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടന്ന ഒരു മാലമോഷണ കേസിൽ കള്ളനെന്ന് മുദ്രകുത്തപ്പെട്ട് ജയിലിലടക്കപ്പെട്ട താജുദ്ദീൻ. എല്ലാം നഷ്ടപ്പെട്ട് പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കാനായി പ്രവാസ ലോകത്തേക്ക് യാത്രയായ താജുദ്ദീനെ കാത്തിരുന്നത് വീണ്ടും ജയിലറയായിരുന്നു. 10 ദിവസത്തെ ലീവിനായി നാട്ടിലേക്ക് പോയ താജുദ്ദീൻ 3 മാസമായിട്ടും തിരിച്ചു വരാത്തത് കണ്ട സ്പോൺസർ താജുദ്ദീനെതിരെ അവിടെ കേസ് ഫയൽ ചെയ്തു. ഖത്തറിലെത്തിയ താജുദ്ദീനെ പോലീസ് അറസ്റ്റ് ചെയ്തു. 24 ദിവസം ജയിലിൽ കിടന്നു. അവസാനം ഖത്തർ ഗവൺമെൻറ് താജുദ്ദീനെ ഇന്ത്യയിലേക്ക് ഡീപ്പോർട്ട് ചെയ്തു. ഇനി 2 വർഷം വരെ താജുദ്ദീനെ ഖത്തറിലേക്ക് തിരിച്ചു പോകാനാവില്ല. ഒരു വരുമാന മാർഗം പോലും ഇല്ലാതെ ജീവിതം ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന ആശങ്കയിലാണ് താജുദ്ദീൻ ഇപ്പോൾ നിൽക്കുന്നത്. ലക്ഷത്തിൽ ഒരാൾക്കേ കാണൂ ഇതുപോലൊരു അനുഭവം. ഇങ്ങനെ ചേർത്ത് നിർത്തണം നമ്മൾ മലയാളികൾ, പ്രവാസികൾ, മനസ്സാക്ഷി മരവിച്ചിട്ടില്ലാത്തവർ. എന്നെ ഇവിടെ 54 ദിവസം ജയിലിലിട്ട സമയത്ത് എൻ്റെ സ്പോൺസർ ഒരുപാട് ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ എന്നെ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഇവിടെ എൻ്റെ ഫോണും മറ്റുള്ള കാര്യങ്ങളും ഇവിടെ പോലീസ് കസ്റ്റഡിയിലായിരുന്നു. അതിനുശേഷം ഞാൻ അദ്ദേഹത്തെ ബന്ധപ്പെടാൻ നോക്കിയ സമയത്ത് ഒന്നും ബന്ധപ്പെടാൻ പറ്റിയില്ല. എനിക്ക് അദ്ദേഹത്തെ ബന്ധപ്പെടാൻ പറ്റില്ല. സ്പോൺസർ എൻ്റെ ഫോണ് ഒന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല. കാരണം ഞാൻ അദ്ദേഹത്തെ പറ്റിച്ച് മുങ്ങി എന്നുള്ള ധാരണയിലായിരുന്നു. അദ്ദേഹം എൻ്റെ ഫോൺ വിളിച്ചിട്ട് എന്നെ ആദ്യം ഫോൺ വിളിച്ച് കിട്ടാതിരുന്നപ്പോൾ അദ്ദേഹം അതാണ് ധരിച്ചിരുന്നത്. പിന്നീട് ഞാൻ വിളിച്ചു തരാം, അദ്ദേഹം എന്നെ റെസ്പോണ്ട് ചെയ്തില്ല. പിന്നീടാണ് ഞാൻ ഇവിടെ ഖത്തറിൽ ഇറങ്ങിയ സമയത്ത് എനിക്കെതിരെ എൻ്റെ സ്പോൺസർ അവിടെ എനിക്കെതിരെ കേസ് ഇട്ടത്, അബ്സ്കോണ്ടിങ് കേസാണ് ഇട്ടത്. അപ്പോൾ അദ്ദേഹം വിചാരിച്ചതെന്ന് വെച്ചാൽ ഞാൻ അദ്ദേഹത്തെ ബിസിനസ്സിൽ പറ്റിച്ച് മുങ്ങി കടന്നു കളഞ്ഞതാണ്. ഇനി ഇദ്ദേഹം വരില്ല. അപ്പോൾ ഇനി എപ്പോൾ വരുന്ന സമയത്താണെങ്കിലും എന്നെ ഇവിടുന്ന് പോലീസിൻ്റെ അറസ്റ്റ് ചെയ്ത് ഇദ്ദേഹം വന്ന് കണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നീക്കാമെന്ന് അദ്ദേഹം ധരിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സ്പോൺസറെ കാര്യങ്ങളെല്ലാം ബോധിപ്പിക്കാമെന്നുള്ള ധാരണയിലായിരുന്നു എല്ലാം ഞാൻ ഇവിടുന്ന് പ്രതീക്ഷയിലായിരുന്നു പോയത്. പക്ഷേ അതിനു മുമ്പൊക്കെ അവന് എല്ലാ കാര്യങ്ങളും അവിടെ മുൻകൂട്ടി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതൊന്നും എൻ്റെ അടുത്ത് അവൻ സംസാരിച്ചില്ല. അത് കാരണത്താൽ ഞാൻ കഴിഞ്ഞ ജനുവരി 25-ന് എന്നെ പോലീസ് പിടിക്കുകയും എന്നെ 22 ദിവസം അവിടെ ജയിലിലടിച്ച് എന്നെ ഡീപ്പോർട്ട് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ എനിക്ക് ഇതിനൊക്കെ കാരണക്കാരായി പോലീസുകാർ. എന്നുവെച്ചാൽ എൻ്റെ ഇവിടുത്തെ 54 ദിവസം വിലപ്പെട്ട 54 ദിവസമായിരുന്നു. പിന്നെ രണ്ടാമതെന്ന് വെച്ചാൽ 23 ദിവസം അവിടുത്തെ ജയിലും ഇവിടുത്തെ ജയിലും. എൻ്റെ ജീവിതത്തിൽ ഒരു തെറ്റ് ചെയ്യാണ്ടാണ് ഞാൻ ജയിലിൽ പോയി കിടന്നത്. ഒരു തെറ്റെന്ന് വെച്ചാൽ ജീവിതത്തിൽ ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്ത് കിടക്കുകയാണെങ്കിൽ അത്രയും ഞാൻ സന്തോഷിച്ചേനെ. പക്ഷേ ഒന്നും ചെയ്യാണ്ട് ഒരു വ്യക്തിയെ 100% നിരപരാധിയായ എന്നെ ഈ പോലീസുകാർ ആദ്യം 54 ദിവസം ഇവിടെയും അതിനുശേഷം നിരപരാധി എന്ന് പറഞ്ഞാൽ ആദ്യം ഇങ്ങനെ കുറ്റക്കാരനാണെന്നുള്ള രീതിയിൽ എന്നെ ഒരു കളവ് ഒരു മോഷ്ടാവുന്ന രീതിയിൽ എന്നെ ഇവിടെ ജനങ്ങളിലും അതുപോലെ സമൂഹത്തിലും എന്നെ അപമാനത്തിൻ്റെ ഇത് ഉണ്ടാക്കി വെച്ചതും. പിന്നെ രണ്ടാമത് ഈ പോലീസ് എന്ന് വെച്ചാൽ ഇവിടുത്തെ പോലീസ് സംവിധാനം തന്നെ എന്നെ നിരപരാധാക്കി തിരിച്ച് ജനങ്ങളെ മുമ്പിൽ കൊണ്ടുവന്നിട്ടും പിന്നെ ഞാൻ അതെല്ലാം സന്തോഷിച്ചിട്ടാണ് വീണ്ടും ഞാൻ ഗൾഫിൽ പോയത്. അവിടുന്ന് എനിക്ക് കിട്ടിയതെന്ന് വെച്ചാൽ ഇവിടുന്ന് കിട്ടിയതെന്ന് വെച്ചാൽ എൻ്റെ മാനമാണ് പോയത് കംപ്ലീറ്റ്. അവിടെ നഷ്ടപ്പെട്ട എൻ്റെ ജീവിതമാർഗ്ഗമാണ്. ഈ 2 കാര്യം കൂട്ടിയിണക്കുന്ന തരാൻ മൊത്തത്തിൽ എൻ്റെ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വ്യക്തി, കുറച്ച് മനക്കട്ടിയില്ലാത്ത വ്യക്തിയാണെങ്കിൽ ഇന്ന് അദ്ദേഹത്തിൻ്റെ ബോഡി ഇവിടെ കാണാമായിരുന്നു. അത്രയും വിഷമത്തിലാണ് നിൽക്കുന്നത്. എൻ്റെ കുടുംബം എല്ലാം ആത്മഹത്യവാക്കിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കാരണം വെച്ചാൽ ഞങ്ങൾക്ക് വരുമാന മാർഗമില്ല. മുന്നോട്ടുള്ള ജീവിതം എങ്ങോട്ടാന്നുള്ള ക്വസ്റ്റ്യൻ മാർക്കിൽ ഞാൻ നിൽക്കുന്നത്. എന്ത് അപ്പം ഇതിന് ശരിക്കായിട്ട് അറിയാതെപ്പെട്ട പോലീസുകാരെന്ന് വെച്ചാൽ എൻ്റെ ഈ ജീവിതം ഇങ്ങനെ ആക്കി തീർത്ത പോലീസുകാർക്ക് തക്കതായ ശിക്ഷ മേടിച്ചു കൊടുക്കുന്നത് എനിക്ക് ജീവിതമാർഗം എന്ന് വെച്ചാൽ ഇവിടുത്തെ ഗവൺമെൻറ് തന്നെ കാണണം. എന്ന് വെച്ചാൽ അത്രയും വിഷമത്തിലാണ് എൻ്റെ മാനനഷ്ടം, ധനനഷ്ടം, എൻ്റെ ബാക്കിയുള്ള എൻ്റെ മക്കളിലുള്ള എല്ലാ കാര്യങ്ങളും, കുടുംബത്തിലുണ്ടായ മാനഹാനി മൊത്തത്തിലും ഈ പോലീസ് ഉത്തരവാദിയാണ്. ഇവിടുത്തെ ഗവൺമെൻറ് ഉത്തരവാദിയാണ്. കാരണം പോലീസ് സംവിധാനം നടത്തുന്നത് ഇവിടുത്തെ ഗവൺമെൻറ്റാണ്. അപ്പോൾ അവരും കൂടി എൻ്റെ കാര്യത്തിൽ 100% ഇടപെട്ട് എൻ്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു തരണമെന്നുള്ള അഭ്യർത്ഥനയാണ് ഞാനിപ്പോൾ നിങ്ങളടുത്ത് പറയുന്നത്. എൻ്റെ വിഷമങ്ങളാണ് മൊത്തം ഞാൻ പറഞ്ഞത്. നിരവധി പേർക്ക് സഹായ വാഗ്ദാനമായി എത്തുന്ന ഗവൺമെൻറ് താജുദ്ദീൻ്റെ കാര്യത്തിലും സഹായ വാഗ്ദാനമായി എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എത്രയും പെട്ടെന്ന് തന്നെ താജുദ്ദീനുള്ള ജീവിതമാർഗം കണ്ടെത്തി കൊടുക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെ കൂടി ഉത്തരവാദിത്തമായി മാറിയിരിക്കുകയാണ്. കാരണം ഗവൺമെൻറ്റിന് കീഴിലുള്ള പോലീസ് സംവിധാനമാണ് താജുദ്ദീൻ്റെ ജീവിതം ഇത്രയധികം തകരാൻ കാരണമായത്. താജുദ്ദീന് നീതി കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടി ടീം കണ്ണൂർ വാർത്തകൾ ഓൺലൈൻ.